കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷിൻ്റെ എപ്പിസോഡ് 37 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, കഴിഞ്ഞ 5 വീഡിയോയ്ക്കും നിങ്ങൾ എനിക്ക് 1.2K ലൈക്സ് വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിക്കാൻ പോകുവാണ്. ഇന്നത്തേത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേര് നമ്മുടെ മുഹമ്മദ് ആമിർ ബ്രോയും പിന്നെ നമ്മുടെ റാബിറ്റ് ബ്രോയും നമുക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടുപേർക്കും റിയലി താങ്ക്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ചെറിയ ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. കാര്യം ഈ വീഡിയോയുടെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ബേക്ചിനാണ് കാണാൻ സാധിക്കുന്നത്. അവനോട്ട് അകത്തേക്ക് ഓടിച്ചെല്ലുമായിരുന്നു. ഇനിയെങ്ങാനും അതിലോണ്ട് ഭാഗത്താണ് ആ ശബ്ദം കേട്ടത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു കൈ അവനെ ഒന്ന് അറ്റാക്ക് ചെയ്തത്. അവനാട്ടെ അത് നേരെ ഡോഡ് ചെയ്ത് ബാക്കിലേക്ക് മാറുന്നുണ്ട്. അതൊരു സ്ലാഷിംഗ് ടെക്നിക്കാണല്ലോ. യങ് മാൻ, നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് ഇവിടേക്ക് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്തത്? അത് മറ്റാരായിരുന്നു? ഗുങ് ഓ ആയിരുന്നു. പുള്ളിക്കാരൻ ഔട്ടർ ഡിസിപ്ലിൻ ആയിരുന്നു നമ്മുടെ ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിൻ്റെ. പെട്ടെന്നായിരുന്നു ബേഗ്ജിന്ന് വിളിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും അവിടേക്ക് വന്നത്. എന്നിട്ട് 4 പേരും പരസ്പരം ബാക്കായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ നമ്മുടെ ചാക്ക് പറയുകയും ചെയ്യും, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ഈ ടൈമിൽ അവർക്കെതിരായിട്ട് ഒരേപോലെ ഫേസ് മാസ്ക് ഉള്ള പലരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേപോലെ കണ്ടിട്ട് തന്നെ എനിക്ക് ഉറപ്പ് തോന്നുന്നുണ്ട്. ഒരാളല്ല 4 പേരോ? നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ്? നിങ്ങൾ ആരും മാനേഴ്സ് എന്താണെന്ന് പഠിപ്പിച്ചതില്ലേ? മാനേഴ്സോ? അത് നീയാണോ? വേണ്ട, ഞാൻ സംസാരിക്കാം. ഞാൻ വോങ് ചുൽക്കോ ഡീമൺ ഫിസ്റ്റ് സെക്റ്റിൽ നിന്നാണ്. ഡീമൺ ഫിസ്റ്റ് സെറ്റോ? അതിനർത്ഥം വാങ് ഹിയോൻകോയുടെ മകനാണോ നീ? അതെ. എന്നിട്ടാണ് നീ ഇങ്ങനെ കാണിച്ചത്? നീ ഒരു ഹയർ റാങ്ക് സെറ്റിലുള്ള ഒരാളെന്ന് അറിഞ്ഞൂടെ? മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരാൻ പാടല്ലോ, അതും രാത്രി തന്നെ. നിന്റെ അച്ഛൻ നിന്നെ മര്യാദ എന്നൊന്ന് പഠിപ്പിച്ചില്ലേ? എൻ്റെ അച്ഛനെ വലിച്ചഴിക്കുന്നോ? എന്നോട് തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. ഞങ്ങൾ ഇവിടേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ ലോഡിനെ കുറച്ച് മുമ്പ് ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ആൻഡ് ഇപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള ഡൗട്ടാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ലോഡോ? അതെ, യങ് ഇയോൺ ചിയോൺ. അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ 12th എൽഡറാണ്. അപ്പം ഞങ്ങളുടെ ചീഫ് സംസാരിക്കുന്നത് അവനോട്ടായിരുന്നല്ലേ, ഇയോൺ ചിയോൺ. പെട്ടെന്നാണ് ആ ശബ്ദം വീണ്ടും കേട്ടത്. ആ സമയത്ത് വാങ് പറയും ചെയ്യും, ഞങ്ങളുടെ ലോഡ് ഇപ്പോൾ അപകടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മര്യാദക്ക് മുന്നിൽ നിന്ന് മാറാൻ നോക്ക്. ഞങ്ങൾ അവിടേക്ക് ചെല്ലണം എത്രയും പെട്ടെന്ന് തന്നെ. എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഞങ്ങൾക്കും ഒരു ലീഡറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചീഫിൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നതല്ല. അപ്പം മറ്റു മാർഗമൊന്നുമില്ലല്ലേ? ഞാൻ താങ്കളോട് ആദ്യം സംസാരിച്ചത് താങ്കൾക്ക് കാര്യം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും ഇപ്പോഴും ചെറുപ്പമാണ്. ഇപ്പം പെന്തിടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും. അതല്ലെങ്കിൽ അറിയാലോ. പിന്നെ എങ്ങളോടുള്ള ഇയോൺ ചിയോൻ അദ്ദേഹം അവിടെ സേഫ് ആയിരിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് പെട്ടെന്നായിരുന്നു ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മതിൽ പൊട്ടി ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കുകയും ചെയ്യും. അതിനുശേഷം അത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. കാര്യം അത്രയും വലിയൊരു അറ്റാക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ സ്ഥലം തന്നെ 2ആയിട്ട് പിളർന്നു പോയി. ചീഫ് എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ അകത്തേക്ക് ഓടി. ഈ ടൈമിൽ തന്നെ വാങ് ബോക്കിലെല്ലാവരും അവനെ ഫോളോ ചെയ്യാനും ചെന്നു. ആ സമയത്ത് നമ്മൾ കാണുന്നത് ഉയ്ഹോൻ അവിടെ നിന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നല്ലേ. ഞാൻ ഉയ്ഹോൻ 11th എൽഡർ, ചീഫ് ഓഫ് ദി ഫ്ലൈയിങ് ഫാൻറ്റം സെക്ട്, താങ്കളെ അക്നോളജ് ചെയ്തിരിക്കുന്നു. താങ്കൾ എങ്ങനെ പോയാലും ഒരു മൈനർ പ്രീസ്റ്റിന് വേണ്ടി ഫിറ്റാണ്. അതുമാത്രമല്ല, യങ്ങളോട് ഇയോൺ ചിയോൺ ഇതെൻ്റെ ലോയൽറ്റിയുടെ ഒരു ടോക്കണായിട്ട് അക്സെപ്റ്റ് ചെയ്തോളൂ. ഈ സമയത്ത് ബാക്കിയുള്ളവർ അവിടേക്ക് വന്നിരുന്നു. അപ്പോൾ നേരത്തെ കണ്ടതായിരുന്നല്ലേ ഇവിടുത്തെ ചീഫ്. ആ ടൈമിൽ നമ്മുടെ ഹിയോ പൊങ്ങും അവിടേക്ക് വന്നിട്ട് അവനെ നോക്കി പറയുകയും ചെയ്യും, ഞങ്ങളുടെ ലോഡ് ജസ്റ്റ് ഫൈനാണ് കേട്ടോ, നീ വെറുതെ ടെൻഷൻ അടിക്കുന്നും വേണ്ട. ഈ കുരുപ്പ്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും അകത്തിരിക്കുന്നതാണ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നറിയാം. അല്ല, താങ്കളിപ്പോഴും ഈ മാസ്ക് ഇട്ടിരിക്കുവാണോ? താങ്കൾ റിയൽ ഫേസ് എന്നെ കാണിക്കത്തില്ലേ? അത് പിന്നെ ജനറേഷനായിട്ട് ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിലെ ഞങ്ങൾ എല്ലാവരും ഡാർക്ക് ഓർഡറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറുണ്ട്. ഞങ്ങൾ ഈ അസാസിനേഷനും ബാക്കിയുള്ള കാര്യമൊക്കെ ഉള്ള കാരണം തന്നെ ഞങ്ങളുടെ ഫേസ് ആരുടെ ഫ്രണ്ടിലും റിവീൽ ചെയ്തില്ലെന്ന്. ഞങ്ങൾ ആകപ്പാട് റിവീൽ ചെയ്യുന്നത് ഞങ്ങളുടെ പെട്രേഷൻ്റെ ഒക്കെയാണ്. താങ്കൾ ഒരു നാൾ പെട്രേച്ചായി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് താങ്കളുടെ ഫ്രണ്ട് ഞാൻ ഉറപ്പായിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ആ ഒരു യാഹ്വാനില്ലേ, അവൻ താങ്കളുടെ മകനല്ലേ? ഓ, താങ്കൾക്ക് അറിയാമായിരുന്നോ? ഞാൻ അക്കാഡമി വിടുന്നതിന് മുമ്പ് അവനെ പോയി കണ്ടിരുന്നു. പക്ഷേ അവൻ പറഞ്ഞത് അവൻ്റെ സെറ്റിൻ്റെ ചീഫിൻ്റെ അനുവാദം ഇല്ലാതെ അവനത് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ്. അന്ന് ഞാനും എൻ്റെ സഹായം ഉള്ളതാണ് തന്നെ അതൊരു ഫേസ് മാസ്ക് ആണെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഫാദറിന് പകരം അന്ന് അവനോടെ ചീഫ് എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല. എന്ത്?
ഞങ്ങളുടെ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ദി സൈലന്റ് ഫാൻറ്റം ടെക്നിക്ക് എന്നാണ്. അതിന് നന്നായിട്ട് തന്നെ ഇൻ എനർജി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തന്നെ ഞങ്ങളുടെ ജനനേന്ദ്രം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പോൾ ഹിയോ പൊങ്ങും വാങ്ങും കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റക്കായിപ്പോയി. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിനിയേജ് മുന്നിലേക്ക് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാറാണ് പതിവ്. സത്യം പറഞ്ഞാൽ ഈ ആയോടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഒരു അച്ഛനും മകനും എന്ന നിലയ്ക്ക് അതിലും കൂടുതൽ നന്നായിട്ട് ഒരു മാസ്റ്ററും പ്യൂപ്പിൾ എന്ന നിലയിലാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞതെന്തെന്ന് മനസ്സിലായോ? പെട്ടെന്ന് തന്നെ അവർ തലകുനിക്കുകയും ചെയ്യും. പിന്നെ വാങ്ചൂൽ, നിനക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു എക്സെപ്ഷൻ ഇടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. അല്ല, നീ സത്യമൊന്നും പറയുന്നില്ലേ? നീ അക്കാഡമിന്ന് വിട്ടല്ലോ, പിന്നെ നീ എന്തിനാ ഈ മാസ്ക്? വേണ്ട 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 വേണ്ട, തൽക്കാലം ഞാൻ എന്തായാലും ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വീഡിയോ ഇട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തോളാം. ഇതിപ്പോൾ പറയണ്ട. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പറയണ്ട. പിന്നെ കാണിക്കുന്നത് അവർ നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹോസ്പിറ്റാലിറ്റി താങ്കളെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാവുന്നതാണ്. അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു സ്ഥലം തരുന്നു. താങ്ക്സ്. പക്ഷേ അതിനു മുമ്പ് ഒരാളെ കൂടെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അത് സാധ്യമാകുമോ? പിന്നെന്താ, ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. അല്ല, ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എൻ്റെ ആൾക്കാരെ വിടണോ? വേണമെന്നില്ല, അത് ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡിമോണിക് കൾട്ടിൻ്റെ ആ ഒരു സൗത്ത് കോർണറാണ്. ചുരുക്കം പറഞ്ഞാൽ ഇയോൻ്റെ വീട്. അതിൻ്റെ വാതിക്കെ നമ്മുടെ ഇയോണിപ്പോൾ ഉണ്ടായിരുന്നു. ഇത് സ്റ്റിൽ ഇപ്പോഴും ക്ലീൻ തന്നെയാണ്, ഒരു മാറ്റം പോലും ഇല്ല. ഗാർഡ് ജാങ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം തൂത്ത് വരാറുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും ഒരു ഡെലിക്കൻ്റ് ആയിട്ടുള്ള വർക്കർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ അദ്ദേഹമായിട്ട് കാണാനായിട്ട് പോകുവാണ്. അദ്ദേഹം എന്തായാലും എന്നെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരിക്കും. പിന്നെ കാണിക്കുന്നത് അവൻ ആ ഡോറും തുറന്നുകൊണ്ട് അകത്തേക്ക് നടന്നതാണ്. കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു. ഇതാണല്ലേ ഞങ്ങളുടെ ലോഡിൻ്റെ വീട്. പെട്ടെന്നാണ് അവനവിടെ നിന്നത്. എനിക്കവനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. മൈലോഡ്, എന്തു പറ്റി? എനിക്കവനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. എൽഡർ ജാങ്ങിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവനെ ഡോറൊക്കെ തുറന്നു നോക്കുന്നതാണ്. ഗാർഡ് ജാങ്ങിൻ്റെ എല്ലാ ബിലോങ്സും ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇത്രയും രാത്രി ആയതുകൊണ്ട് അദ്ദേഹം പുറത്ത് പോകാനും പാടില്ല. പിന്നെ ഇതിന് വലിയ ചൂടുമില്ല. അതിനർത്ഥം ഈ ഒരു സ്ഥലം 2-3 ദിവസമായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ലെന്നാണ്. മൈലോഡ്, ഞങ്ങളിവിടെ എല്ലാം തന്നെ അന്വേഷിച്ചു, പക്ഷേ ഒന്നും തന്നെ. താങ്കൾക്ക് ഉറപ്പാണോ ഇത് ഗാർഡ് ജാങ് ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത്? അദ്ദേഹത്തിന് വീടോ മറ്റെന്തെങ്കിലും? ഇല്ല, എനിക്കറിയാന്ന് വെച്ച് ഗാർഡ് ജാങ് ഒരു ഓർഫൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഫാമിലി ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ എല്ലാം തന്നെ അരിച്ചു പറക്കേണ്ടതായിട്ടുണ്ട്. മൈലോഡ്, ഈ മുറ്റം കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്. സത്യം പറഞ്ഞാൽ ഗാർഡ് ജാങ് ഇല്ലെങ്കിലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു തരത്തിലുള്ള ട്രേസസ് പോലും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇനി എങ്ങനെ ഗാർഡ് ജാങ്ങിനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ? ഇനി കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ കൂടി അവർ കംപ്ലീറ്റ്ലി ഇൻക്രെഡിബിൾ ആണ്. എന്തായാലും എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രം പോരാ, ഞാനോ കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്ത് നോക്ക്. എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രോഡ്യൂസിൻ്റെ സൈൻ ഓഫ് ഫൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറ. അടുത്ത സെക്കൻഡ് തന്നെ ആ സ്ഥലം തന്നെ ഞാനോ അജുവിൻ്റെ റിയാലിറ്റി മോഡ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് അവനത് ശ്രദ്ധിക്കുന്നത്. പതുക്കെ അവൻ അതിൻ്റെ അടുത്തേക്ക് പോയി. ഇത് കണ്ടിട്ട് ഒരു സോഡ് മാർക്ക് അല്ല, ഇത് ഫിസിക്കൽ സോഡല്ല, പകരം ഒരു സോഡ് എനർജി തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. കോപ്പ്, ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ ഇത് എവിടുന്നാണെന്ന്. മൈലോഡ്, ഇത് കണ്ടിട്ട് ഒരു സോഡ് മാർക്ക് പോലെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഗാർഡ് ജാങ്ങിനെ ആ ഒരു ആംബുഷ് ചെയ്യുന്നതാണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം ഇയോന്റെ ശരീരത്തിൽ നിന്ന് അത്രയും ഭയാനകമായ ഒരു എനർജി എമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ലോഡിനെ ഇങ്ങനെ കാണുന്നത്, ഇത്രയധികം ഇമോഷൻസ് പിടിച്ചു വെച്ചുകൊണ്ട്. അതേ ഒരു അഗ്നിപർവ്വതത്തിനെ പോലെയാണ്, എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. ഈ സോഡ് മാർക്ക് ഇത്ര നാരായതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് മറ്റൊരു രീതിയിലേക്ക് എത്താൻ സാധിക്കും. 6 മീനുള്ള സെറ്റ്സിൽ നിന്ന് 3 പേര് മാത്രമാണ് സോഡ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാറ്. അതൊന്ന് സോഡ് സെറ്റ്, രണ്ടാമത് ഷാഡോ ആൻഡ് 3ത് മ്യൂസിഷ്യൻ സെറ്റാണ്. പക്ഷെ അതിലാരായിരിക്കും കുറ്റവാളി? ആരായിരിക്കും ഇങ്ങനെ ചെയ്യാൻ തയ്യാറായത്? ഇനി അവരെങ്ങാനും എന്നെ മിസ്ലീഡ് ചെയ്യാനായിട്ട് നോക്കുവാണോ? ഞാൻ അവരെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ മൈലോഡ്, സത്യം പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് ബാക്കിയുള്ള സെറ്റ്സിനെ പറ്റി ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അതെന്തായാലും നമ്മുടെ സസ്പിഷൻ നന്നായിട്ട് ഉയർത്തുന്നതായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ എൽഡേഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അതൊരിക്കലും നല്ലതല്ല. 6 സെറ്റ്സ് എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പോൾ 11th സെറ്റിൽ പോയിട്ട് പോലും അവിടുത്തെ മെയിൻ ചീഫ് ഇല്ലാഞ്ഞിട്ട് പോലും ബാക്കിയുള്ളവർ എത്ര പെട്ടെന്നാണ് അവിടേക്ക് വന്ന് നമ്മൾ തടഞ്ഞത് നമ്മൾ കണ്ടതാണ്. 6 സെറ്റ്സിൻ്റെ കാര്യം അത് നിയർലി ഇമ്പോസിബിൾ ആണ്. മൈലോഡ്, ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവരെന്തായാലും ഗാർഡ് ജാങ്ങിന് പുറകെ മാത്രമല്ല താങ്കളുടെ പുറകിൽ കൂടിയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ താങ്കൾ അക്കാഡമിയിൽ പുറത്ത് വന്നല്ലേ, ഞാനൊരു ഐഡിയ പറഞ്ഞാലോ? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഉച്ചത്തിലെ ഒരു നിലവിളിയാണ്. പിന്നെ കാണിക്കുന്നത് അവൻ്റെ കയ്യിലെ നഖങ്ങളും അവൻ്റെ വിരലുകളും മുറിച്ച് മാറ്റിയിരിക്കുന്നതാണ്. കയ്യിലെ മാത്രമല്ല കാലിലെ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഗാർഡ് ജാങ്ങിനെ കാണിക്കുന്നത്.
അവനായിട്ട് കംപ്ലീറ്റ്ലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹേ ജാൻ, നീ ഉറങ്ങുവാണോ? അത് കൊള്ളാം, നീ എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ നെഞ്ചത്തേക്ക് ആ കമ്പി പഴിപ്പിച്ച് കുത്തി കയറ്റുന്നുണ്ട്. എനിക്ക് കുറേയധികം ചോദ്യങ്ങളുണ്ട്, അത് പറഞ്ഞു തീരാതെ നീ ഉറങ്ങുമെന്ന് വിചാരിക്കാനും വേണ്ട. നീ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്നാണ് അവൾ അവിടേക്ക് നടന്നു വന്നത്. ഇത് കംപ്ലീറ്റ്ലി ശരിക്കും സ്റ്റബോൺ ആണ്. ഒരു മേയർ ഗാർഡ് മാത്രമല്ലേ നീ? ഒന്നാമത് ഞാൻ ബിസിയാണ്, അതുകൊണ്ട് ഒരു തവണയോടെ ഞാൻ ചോദിക്കും, പെട്രിയ ചെങ്ങാനം ആ കുരിപ്പിനെ മാർഷൽ ആർട്സ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഹേ, മരിക്കാൻ പോകുവാണ്, എന്നിട്ട് അഹങ്കാരം നോക്കണേ. ഒരു കാര്യം ചെയ്യ്, നിർത്തിയ സ്ഥലത്ത് തന്നെ തുടങ്ങിക്കോ. മാഡം ഒന്ന് വിളിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ കടന്നു വന്നത്. അവൻ പുറത്തിറങ്ങി. എന്ത്? ഇയോൺ ചിയോൺ അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങി. അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ. കറക്റ്റ് സമയത്ത് തന്നെയാണ് അവൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ലക്കാണോ എന്ന് അറിഞ്ഞൂടാ. അല്ല, അവനിപ്പോ എവിടെയാണുള്ളത്? പിന്നെ കാണിക്കുന്ന അവൻ്റെ കാതിൽ അതെന്തോ പറയുന്നതാണ്. അവളട്ടെ ചിരിക്കുകയും ചെയ്യും. ഈ സമയം തന്നെ അവിടെ കിടക്കുന്ന ഗാർഡ് ജാങ് പറയുകയും ചെയ്യും, യങ് മാസ്റ്റർ പ്ലീസ് സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇന്നാണ്. അല്ല, ഇത് വർക്കാവുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞില്ല. വാങ്ഷുൽ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ല, അവരെന്തായാലും നമ്മുടെ അടുക്കെ കോൺടാക്ട് ചെയ്തിട്ട് വരും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ കുറേയധികം കണ്ണുകൾ ഞങ്ങളുടെ മേത്ത് വീഴുന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളുടെ ലോഡിനെ തന്നെ ഞങ്ങളൊരു ബെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സെറ്റ്സിനെ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് പോയിരിക്കുവാണ്. ഈ സമയത്ത് പെട്ടെന്നാണ് ഈ ഒന്ന് സ്റ്റക്കായത്. നിനക്ക് എൻ്റെ ഉച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. നീ എങ്ങനെ തിരിയാൻ നോക്കിയാലോ, ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലൂസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവനുറപ്പായിട്ടും ജീവനോടെ പുറത്ത് വരത്തില്ല. അതേപോലെ തന്നെ സെൻസ് ചെയ്ത് എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഒരൊറ്റ റോങ് മൂവ് മതി, അവൻ്റെ മരണം ഞാൻ ഉറപ്പാക്കും. ഇതാരാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ അവരെന്തായാലും ഒരു ഓർഡിനറി ഇൻഡിവിജ്വൽ അല്ല. അക്കാഡമിയിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്ന പോലെ മേലിൽ ഒരു ത്രെറ്റ് മാത്രമല്ല ഇത്. അതിൻ്റെ പുറകിലെ ദേഷ്യവും എല്ലാം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവനും ആ കിഡ്നാപ്പേഴ്സും തമ്മിൽ എന്തൊരു കണക്ഷനുണ്ട്. ഞാനോ ആ ഒരു ഡിസ്റ്റൻസ് വിസ്പറിംഗ് ടെക്നിക്ക് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അണ്ടർസ്റ്റുഡ്. അടുത്ത സെക്കൻഡ് തന്നെ ഞാനോ അതിനുള്ളിലുള്ള അന്വേഷണം തുടങ്ങി. ഇന്ന് രാത്രി കൃത്യം 1 മണിക്ക് പോയിസൺ സെക്ട് മാനിലേക്ക് എത്തണം. പോയിസൺ സെക്ടിലേക്കോ? അതെ, അതുമാത്രമല്ല നീ ആയുധങ്ങളൊന്നും ഇല്ലാതെ വേണം അവിടേക്ക് വരാനായിട്ട്. നിന്റെ മുഖത്തുള്ള സേബറുമായിട്ട് നീ അവിടുത്തെ ഒരു പടിയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ രണ്ടും ഞങ്ങൾ നറുത്ത് മാറ്റുന്നതായിരിക്കും. പിന്നെ നിനക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഒറ്റക്ക് വേണം വരാനായിട്ട്. ഒറ്റക്കല്ല വരുന്നെങ്കിൽ നിന്റെ പിന്നാലെ തന്നെ ഞങ്ങളുടെ ഷാഡോസ് ഉണ്ട്. അടുത്തടിയെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവൻ്റെ തലയും ഞങ്ങൾ അറക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ എടുത്തുചാടിയൊന്നും ചെയ്യാതെ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ പിന്നെ പറയണ്ടല്ലോ. അവനെ കണ്ടെത്തിയിരിക്കുന്നു. അവനെന്തായാലും ഈ ഒരു ഇന്നിൻ്റെ റൈറ്റ് സൈഡിൽ പുറത്ത് തന്നെയുണ്ട്. എനിക്ക് അവൻ്റെ സ്പേസ് എന്തായാലും കാണാൻ സാധിക്കത്തില്ല. കോപ്പ് കുറച്ചുകൂടെ സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും പറഞ്ഞപ്പോഴാണ് പെട്ടെന്നായിരുന്നു ഇയാനോടൊന്ന് ചാടി എണീറ്റത്. അടുത്ത സെക്കൻഡ് തന്നെ രണ്ടുപേര് അപ്പം തന്നെ ചാടി എണീറ്റു. അതുമാത്രമല്ല പുറകിൽ നിന്നും രണ്ടുപേര് എണീക്കുകയും ചെയ്തു. നീക്ക് എന്ത് ചെയ്യുവാണ്? ഞങ്ങളുടെ ലോഡിന് എത്ര ധൈര്യമായിട്ടാണ് നീ അങ്ങനെ നോക്കിയെന്ന് പറയുന്നതിന് മുമ്പ് ഇവന്മാരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയും ചെയ്യും. നീ ഏത് സെറ്റിൽ നിന്നാണുള്ളത്? സെക്ടോ? ഒരു കാര്യം ഞാൻ പറയാം, സത്യം പറയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എന്തെങ്കിലും തരത്തിലെ കള്ളം പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ മേലത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ കാണാൻ സാധിക്കുന്നത് അവൻ്റെ വായിൽ നിന്ന് നൊരയും പതയും വരുന്നത്. അതുമാത്രമല്ല അവൻ്റെ പാൻറ്റും നനയുന്നതാണ്. ആ സമയത്ത് തന്നെ താഴത്തേക്ക് അവനെ ഇട്ടിട്ടുണ്ട്. ഈ ടൈമിൽ ബാക്കിയുള്ളവരവിടേക്ക് ഓടി വരികയും നമ്മുടെ ഗീ ചോദിക്കുകയും ചെയ്യും, അല്ല മയിലോട്ട് ഇവരായിരുന്നോ? ഇവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ട്, തൽക്കാലം ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ ഇവൻ്റെ വീടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിങ്ങൾ ജസ്റ്റ് യങ് മാസ്റ്ററിനെ നോക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് വന്നതാണ്? അതെ, ഞങ്ങളോട് അങ്ങനെയാണ് അവൻ റിക്വസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് സത്യമായിട്ട് വേറെ ഒന്നിനെ പറ്റി അറിഞ്ഞൂടാ. അവരുടെ ഫേസ് ഒരു വലിയ സ്ട്രോ ഹാറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരുന്നു. മൈലോഡ്, ഇവരെന്തായാലും കള്ളം പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, അവരുടെ ഐഡന്റിഫിക്കേഷൻ ബാഡ്ജ് വെച്ച് ഇവർ നോർമൽ ഓർഡിനറി മാർഷൽ ആർട്സ് ആണ്. ഞാനെന്തായാലും നിങ്ങളാരെയും കൊല്ലത്തില്ല. താങ്ക് യു. പക്ഷേ അടുത്ത കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം. പെട്ടെന്നായിരുന്നു അവരുടെ പുറകിൽ നിന്ന് അവർ അറ്റാക്ക് ചെയ്ത് അവരുടെ ബോധം കെടുത്ത് താഴത്തേക്ക് ഇട്ടത്. എല്ലാത്തിനും എടുത്ത് ആ സ്റ്റോറേജ് റൂമിലേക്ക് ഇട്ടേക്ക്. അപ്പോൾ എനിക്കിനി മറ്റു മാർഗങ്ങളില്ല. അവർ വരാൻ വേണ്ടി കാത്തിരിക്കണം, എന്തെങ്കിലും ക്ലൂ കിട്ടാനായിട്ട്.
3 പേരെ ഇവൻ അയച്ചിരുന്നു. അതിൽ നിന്ന് 6 മണിയായപ്പോൾ നമ്മുടെ വാങ്ചുലു വന്നി. അവൻ പറയുകയും ചെയ്തു അവൻ പോയത് മ്യൂസീഷ്യൻ സെറ്റിലേക്കാണ്. മൈലോട്ട്, മ്യൂസീഷ്യൻ സെറ്റ് ക്ലീൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പ്രത്യേകിച്ച് അബ്നോർമലായിട്ട് ഞാനൊന്നും കണ്ടില്ല. എന്തെങ്കിലും സ്ട്രോ ഹാറ്റ് വെച്ച് അങ്ങനെ ആരെങ്കിലും നീ കണ്ടിരുന്നോ? ഇല്ല മൈലോട്ട്. അല്ല, ഷാഡോ സെറ്റും സോഡ് സെറ്റിലേക്കും പോയിരുന്നല്ലോ, അവരെത്തിയോ? ബേഗ് ജിയും ചാക്കും അവരിതെന്റെ സമയമായല്ലോ. സത്യമാണ്. സത്യം പറഞ്ഞാൽ അവരിതുവരെ എത്തിയിട്ടില്ല. അവർ കുറച്ച് താമസിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ഇത് കേട്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അല്ല, ഇനിയെങ്ങാനും അവർക്കെന്തെങ്കിലും. പിന്നെ കാണിക്കുന്നത് ആ ഒരു സെയിം സ്ത്രീയാണ്. അവളവിടെ ഇരിക്കുകയും ചെയ്യും. അവൾ ചായ കുടിക്കുമായിരുന്നു. പെട്ടെന്നാണ് കുറച്ചു പേര് അവിടേക്ക് നടന്നു വന്നത്. എന്നിട്ട് നമ്മുടെ ചാക്കിനെ അതേപോലെ ബേഗ് ചിഹ്നം നിലത്തേക്ക് ഇടുകയും ചെയ്യും. നീ പറഞ്ഞതുപോലെ തന്നെ ഇവര് സോഡ് സെറ്റിന്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ ഈ കിടക്കണം അവൻ കംപ്ലീറ്റ്ലി കുറച്ച് സ്ട്രോങ് ആണ്. അവൻ ഏകദേശം 20 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് ഒരു ട്രാൻസ്ജെൻഡർ മോസ്റ്റർ സ്റ്റേജിലാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് നാണക്കേടാണ് പറയാനായിട്ട്. ബാക്കിയുള്ള ഔട്ടർ ഡിസിപ്ലിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ അതെന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്തല്ലോ, അത് തന്നെ ധാരാളം. കഴിഞ്ഞ 20 വർഷമായി ഞാനിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ തവണകൾ സംസാരിക്കാൻ നേരത്ത് എനിക്ക് പേടിയാണ് വരുന്നത്. അവളുടെ എതിരാളികളെ പതുക്കെ കൂട്ടിലടച്ചാണ് പിടിക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ അത്ര പെട്ടെന്ന് അവളുടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. ഇവളെങ്ങാനും ഇപ്പൊ പെട്രിയച്ചിന്റെ വൈഫ് ആയില്ലായിരുന്നെങ്കിൽ അടുത്ത ഷാഡോ സെറ്റിന്റെ ചീഫ് തന്നെ ഇവളായെന്നും. അല്ല, ഈ രണ്ടുമാര് ഇവന്മാരെ ഏത് സെറ്റിൽ നിന്നാണെന്ന് അറിയാൻ സാധിച്ചോ? ഇവന്റെ പേര് ബേഗ് എന്നാണ്. ഇവൻ ദി പ്യൂർ കിക്ക് സെറ്റിൽ നിന്നാണ്. അതൊരു ഹൈ റാങ്ക് സെറ്റ് അല്ലേ? അവനെങ്ങനെയാണ് ഇവനെ പോലെ ഫോളോവറിനെ കിട്ടിയത്? അതൊരു അക്കാഡമിയിൽ വെച്ചുകൊണ്ട്. അപ്പൊ മറ്റവനോ? സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണ്? അത് 9 എൽഡറിന്റെ മകനാണ്. അവന് വാരിയർ ഡാൻസ് സെറ്റിന്റെ സപ്പോർട്ടും ഉണ്ടോ? ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. അവൻ കംപ്ലീറ്റ്ലി പവർഫുള്ളും ഡേഞ്ചറസുമായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും കുഴപ്പമില്ല. പെട്രിയച്ചില്ലാത്ത ഈ ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അവനെ കുടുക്കി കൊല്ലാൻ സാധിക്കും. ഇനി എന്തായാലും നീ എൻ്റെ എതിരെ വരത്തില്ല. നീ വരാനും പോകുന്നുമില്ല. നിന്റെ ജീവിതം അത് എൻ്റെ കൈകളിലാണ്. അങ്ങനെ ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട്. നമ്മുടെ പോയിസൺ സെറ്റിന്റെ ആ ഒരു സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. അവിടേക്ക് പതുക്കെ നമ്മുടെ ഇയോൺ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ നടന്നു വരുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവർ പല സ്ഥലത്തു നിന്ന് ക്ലൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കാര്യം അവന്റെ ചുറ്റിനും പല ആൾക്കാർ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇയോൺ നടന്ന് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മുമ്പിലേക്ക് എത്തി. അവനെയും കാത്ത് കുറേയധികം പേരും അതേപോലെ അവളോടെ നിപ്പുണ്ടായിരുന്നു. അവസാനം നീ എത്തിയല്ലേ? ഇവരെന്താണ് ഈ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് സെൻസ് ആകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടെ 200ഓളം പേരുണ്ട്. എന്തായാലും ഇവരെന്നെ കൊല്ലാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയധികം പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യം ഇവർക്കില്ലല്ലോ. ആ ടൈമിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്ന അവർ പറയും ചെയ്യും. അവന്റെ പ്രസൻസ് കംപ്ലീറ്റ്ലി ഞെട്ടിക്കുന്നതാണല്ലോ. നമ്മൾ അവസാനം കണ്ടുമുട്ടിയല്ലേ? ശരിയാണ്, ഫേസ് ടു ഫേസ് കണ്ടുമുട്ടി. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് നീ ആ വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അന്ന് നീ കാരണമാണ് എനിക്ക് എൻ്റെ ഇന്ത്യയിൽ എനർജി പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയതെന്ന് തന്നെ. അത് മാത്രമല്ല, നീ സമയം പെട്ടെന്നാണല്ലേ കടന്നു പോകുന്നത്. നീ എന്തുമാത്രം വലുതായെന്ന് നോക്കണേ. നിന്റെ അമ്മേനെ പോലെ തന്നെ വെറും കീടം. അവളെപ്പറ്റി ഓർക്കാൻ നേരത്ത് തന്നെ എനിക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത്. എന്നാൽ അവളുടെ മകൻ ഇപ്പോൾ അതേ വലുതായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇതെന്തായാലും കൊള്ളാം. ഗാഡ് ജാങ്ങും ബാക്കിയുള്ള എൻ്റെ ഫോളോവേഴ്സും എന്തേ? ഓ ഇത്ര മണ്ടത്തരം പറയല്ലേ. ഞാൻ അവരെന്ത് കഷ്ടപ്പെട്ട് പിടിച്ചെന്ന് നിനക്കറിയാവോ? അപ്പൊ ഞാൻ അത്ര ഈസി ആയിട്ട് നിനക്ക് തന്നോ? ഇത് കേട്ടപ്പോ അവന്റെ ശരീരത്തിലുള്ള എല്ലാ രക്തവും തിളച്ചു കയറുന്നുണ്ട്. അഹങ്കരിക്കാതടാ, നീ അങ്ങനെ തന്നെ നോക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യ്, ആദ്യം അവന്റെ ഇന്റർണൽ പവേഴ്സ് ഒന്ന് കട്ട് ഓഫ് ചെയ്തേക്ക്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നിടത്തും പതുക്കെ മുന്നിലേക്ക് നടന്നിട്ട് പറയും ചെയ്യും, നീ അനങ്ങാതെ നിന്ന് തരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിന്റെ ഗാർഡിന്റെ സേഫ്റ്റി എനിക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നീയായിരുന്നല്ലേ ആ ഒരു ഡിസ്റ്റന്റ് വിസ്പർ ടെക്നിക്ക് കൊണ്ട് ഞാനുമായിട്ട് ആ ഇന്നിൽ നിന്ന് സംസാരിച്ചത്? അത് കേട്ടപ്പോൾ അവൻ ഞെട്ടി. കാര്യം അവനൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഉടച്ച് പൂട്ടട നിന്റെ വാന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ അറ്റാക്ക് കൊണ്ട് വരികയും പക്ഷെ ഈ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുക തിരിച്ചങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്താടാ നിന്റെ ഗാഡ് ജാങ്ങിന്റെ ആ ഒരു ലൈഫിന് നിനക്ക് വിലയില്ലേ? അപ്പോഴേക്ക് ഇവൻ അവളെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി അവളുടെ നേരെ എറിഞ്ഞു കൊടുക്കുകയും അതാട്ടെ അവളുടെ തൊട്ടടുത്ത് വന്ന് വീഴുകയും ചെയ്യും. അതെന്താണ്? കയ്യിലിരിക്കുന്ന തുറന്നങ്ങോട്ട് നോക്ക്. കോപ്പ്, ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. അവളാട്ടെ അത് തുറന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ അകത്താട്ടെ ഒരു കണ്ണായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? തെറ്റി. നിന്റെ ചോദ്യം തെറ്റി. നീ ചോദിക്കേണ്ടത് അതാരുടെ കണ്ണാണെന്നാണ്. അല്ല, ഇത് മുയ്യന്റെ കണ്ണാണോ? അങ്ങനെ വരാൻ മാർഗമില്ല. നിന്റെ ട്രിക്ക് എന്തായാലും കൊള്ളാം, പക്ഷെ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അക്കാഡമി ഡെപ്യൂട്ടിയുള്ള ആ ഒരു അക്കാഡമിയിലേക്ക് നീ ചെന്ന് നീ എൻ്റെ മകനെ കണ്ണുവെട്ടി ഇവിടേക്ക് വന്നതാണോ? ഞാനെന്താ അത്ര വിഡ്ഢിയാണെന്നാണ് വിചാരിച്ചത്? അപ്പോഴേക്കും ഈവനാട്ടെ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യും.
അത് കഴിഞ്ഞ് കാണിക്കുന്നത് 4 മണിക്കൂർ മുമ്പുള്ള കാഴ്ചയാണ് അക്കാഡമിയിലെ ഡിറ്റൻഷൻ സെന്റർ. അല്ല, നീ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആ സമയത്ത് ഇവനകത്തേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. മുട്ടുകുത്തി നിൽക്കടാ, അടുത്ത സെക്കൻഡിൽ തന്നെ അവനോടെ മുട്ടുകുത്തി നിന്നു പോകും. കോപ്പ്, എൻ്റെ ഇന്റൽ പവേഴ്സ് ഇവിടെ സീൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കൂടി എനിക്ക് ഇവനെ വിറ്റ്സൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവനെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഗാർഡ് ജാങ്ങിനെ കാണാനില്ല. ഇവനെന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് അവരുടെ ട്രാപ്പിലേക്ക് ചെന്ന് കയറി കൊടുക്കണമെന്നാണ്. അതിനൊരു ഡൗട്ടുമില്ല, അത് അമ്മ ചെയ്ത കാര്യം തന്നെയാണ്. അല്ല, അതിന് ഞാൻ എന്ത് ചെയ്യണം? അടുത്ത സെക്കൻഡ് ഇവൻ അവൻ്റെ കൈകൾ ഒന്ന് ഉയർത്തുകയും അവൻ്റെ 2 കൈകളും മുകളിലേക്ക് ഉയരുകയും ചെയ്തു. നീ എന്താണ് ഈ ചെയ്യുന്നത്? നിനക്ക് എന്ത് വേണം? സത്യം പറഞ്ഞാൽ ഗാർഡ് ജാങ്ങിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ഇരുന്നത്. പക്ഷേ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ പറയടാ, നിന്റെ അമ്മക്ക് നീ എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ഇയോൺ, ഞാൻ പറയുന്നേക്ക്, നീ സമാധാനിക്ക്. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചെയ്തേക്കില്ലേ? എന്നെ തൊട്ട് കഴിഞ്ഞറിയാലോ കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. പറയുന്നതിന് മുമ്പ് ഇയോൺ എൻ്റെ കൈ തന്നെ മുറിച്ച് കളഞ്ഞിരുന്നു. 2 കൈകളും. പെട്ടെന്നായിരുന്നു ചോര താഴത്തേക്ക് വീണത്. അവനട്ടെ വേദന കൊണ്ട് ഉച്ചത്തി അലറുകയും ചെയ്യും. നിനക്ക് ഭ്രാന്താണ്. പക്ഷേ നിന്റെ ഈ 2 കൈകൾ മാത്രം കാണിച്ച നിന്റെ അമ്മക്ക് നിന്റെ ജീവനി അത്ര വലിയ ഇത് വരുമോ? നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ കണ്ണിലേക്ക് ഇവൻ്റെ കൈകൾ ചെല്ലുന്നതായിട്ട് കാണുന്നത്. ഞാൻ നിനക്ക് ഒരു കാര്യം കൂടെ തരാൻ മറന്നുപോയല്ലേ? ദാ പിടിച്ചൊന്നും വേണ്ട, ഒരു സാധനം കൂടെ അവളുടെ കയ്യിലേക്ക് എറിഞ്ഞ് കൊടുക്കുകയും ചെയ്യും. ഇത് ഞാൻ മുയ്യനെ കൊടുത്തതായിരുന്നല്ലോ. അതിനകത്ത് ഇത് ശരിക്കും മുയ്യൻ്റെ കണ്ണാണെന്നാണോ? ഇവൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പറ, നിനക്ക് എന്താണ് വേണ്ടത്? ഗാർഡ് ജാങ്ങിനെയും എൻ്റെ ഫോളോവേഴ്സിനെ നീ വെറുതെ വിടണം. ഞാൻ ഇവനോട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അഭിനയിക്കണം. എന്നിട്ട് മുയ്യോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണം. ഓക്കെ, ഞാൻ അവരെ 3 പേരെ വെറുതെ വിടാം. പക്ഷേ അതിന് പകരമായിട്ട് നീ അവനെ എനിക്ക് തിരിച്ചു തരണം. തീർച്ചയായും, അതിനെന്താ? എത്രയും പെട്ടെന്ന് അവരെ 3 പേരെ ഇവിടേക്ക് എത്തിക്കൂ. യെസ് മാഡം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവൻ നേരെ പുറത്തേക്ക് ചാടി പോകുന്നതാണ്. അല്ല, ഇനി നീയും കാണിക്കണം നീ എന്തുമാത്രം സീരിയസ് ആണെന്ന്. എൻ്റെ മകനെന്തേ? നീ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാരെ ഞാൻ അവിടേക്ക് വിട്ടേക്കാം. എൻ്റെ ഫോളോവേഴ്സ് എന്തായാലും ഡിറ്റൻഷൻ സെൻറ്ററിൽ തന്നെയുണ്ട് അവന് കാവലായിട്ട്. വിട്ടി, നീ അത് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാൻ അവനെ സേഫ് ആക്കി കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സിൻ്റെ മരണം ഞാൻ ഉറപ്പാക്കും. ഈ ബാഡ്ജ് വെച്ചോളൂ. ഇത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സ് തന്നെ വെറുതെ വിട്ടോളും. പിന്നെ 2 പേരും പരസ്പരം കൈമാറാതെ ഞാനെന്തായാലും അവരെ വെറുതെ വിടുന്നതല്ല. അല്ല, താങ്കൾ പറഞ്ഞത് കേട്ടില്ലേ? താങ്കൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തൂ. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ പിള്ളേരെ സേഫാക്കിയതിന് ശേഷം അവൻ്റെ ഫോളോവേഴ്സ് ഒരാൾ പോലും അവിടെ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു എൽഡർ നേരെ അവിടേക്ക് ചാടി പോവുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, അങ്കിൾ സിയോൺ, അദ്ദേഹം അൾട്ടിമേറ്റുള്ള ട്രാൻസ്ജെൻഡർ മോസ്റ്റർ ലെവലിലാണുള്ളത്. ഇവൻ്റെ ഫോളോവേഴ്സ് എത്ര പേരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടാകത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു എൽഡറിൻ്റെ അത്രയും തന്നെ സ്ട്രോങ് ആണ് അങ്കിൾ. എൻ്റെ ചെറുക്കൻ സേഫാവുന്ന അടുത്ത നിമിഷം നീയൊക്കെ മരിക്കും. നല്ല വേദനയുള്ള ഒരു മരണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാഡമിയാണ്. അവരായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അക്കാഡമിയിലെ സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി ലൂസാണല്ലോ. ആ പയ്യൻ ഇവിടെ ആരെങ്കിലും കൊന്നു കളഞ്ഞോ? അങ്ങനെ അവർ പകുതിക്ക് ആ ഒരു ഡിറ്റൻഷൻ സെന്ററിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ മറിഞ്ഞിരുന്നോ. ഞാൻ മുയ്യനെയും ജിന്നുവിനെയും പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം ഇവൻ്റെ ഫോളോവേഴ്സിനെ ആംബുഷ് ചെയ്താൽ മതി. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പല വഴിക്ക് പോകെ അവനോട്ടെ അതിൻ്റെ വാതിക്ക് എത്തിയിട്ട് പതുക്കെ ഉള്ളിലേക്ക് നടക്കാനും തുടങ്ങി. അകത്തേക്ക് കയറിയപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം പെട്ടെന്നായിരുന്നു 2-3 സോട്സ് മുമ്പിലേക്ക് വന്നത്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് അക്കാഡമിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തത്? ആരാണ് നീ? മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. കോപ്പ്, ഈ ഡ്രസ്സ് ഇത് കണ്ടിട്ട് പ്രൊഫസറിനെ പോലെ ഉണ്ടല്ലോ. അവൻ ചതിക്കുമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവനവിടുന്ന് പുറത്തേക്ക് ചാടി ഓടുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എന്നിട്ട് കാര്യങ്ങൾക്ക് അവിടെ പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവൻ കണ്ട കാഴ്ച അവൻ്റെ കൂടെ വന്ന എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്. അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തും ചോര കളകളുണ്ടായിരുന്നു. അല്ല, നീ എന്ന് പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് അവനോടേക്ക് വന്ന് അവൻ്റെ കഴുത്ത് അങ്ങോട്ട് മുറിച്ച് കളയുന്നുണ്ട്. ശേ, ഇവരെന്താണ് ഇത്ര സമയം എടുക്കുന്നത്? എന്തു പറ്റി? നിനക്ക് ടെൻഷൻ ആകുന്നുണ്ടോ? നീ എന്താണ് ഈ പറഞ്ഞത്? നീ നിന്റെ മക്കളെ രക്ഷിച്ചിട്ട് എൻ്റെ ഫോളോവേഴ്സിനെ കൊല്ലാനല്ലേ വിചാരിച്ചിരുന്നത്? അല്ല, ഇത്ര നേരമായിട്ട് വലിയ തിരിച്ചു വന്നില്ലോ. അപ്പം നീ നെർവസ് ആകുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവൻ എന്നെ പറ്റിക്കുമായിരുന്നോ? ഇത്രയും പെട്ടെന്ന് ഷാഡോ സെറ്റിലേക്ക് പറയുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ പറഞ്ഞത് അതൊരു എനിമിയാണ്. അടുത്ത സെക്കൻഡ് അവർ കാണുന്നത് മുകളിൽ നിന്ന് ഒരാൾ ചാടി അവിടേക്ക് വരുന്നതാണ്. എന്നിട്ട് അവിടെ എല്ലാവരുടെ ഫ്രണ്ടിൽ അവൻ വന്ന് നിൽക്കുന്നുണ്ട്.
അവൻ്റെ കാലുകളിലും കൈകളിലും ചോരക്കറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അത് മറ്റാരുള്ളതെന്ന് ഹാമിയോൺ ലീ ആയിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ്. സാർ ലീ, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ല, അത് അങ്ങൾ സിയോണല്ലേ? സാർ ലീ, ഗുഡ് ജോബ്. പിന്നെ തീർച്ചയായും ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഇനി സാർ ലീയും അവൻ്റെ ഫോളോവേഴ്സിൽ ഒരാളാണോ? സാർ ലീ, താങ്കൾ ഒരു റോയൽ ബോഡി ഗാർഡ് ഹൗസിലെ ഒരാളല്ലേ? താങ്കൾ എന്താണ് കാണിക്കുന്നത്? താങ്കൾ എന്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? താങ്കൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലോയ്ക്ക് എതിരാണെന്ന് താങ്കൾക്ക് അറിഞ്ഞൂടെ? അതിന് മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ ടൂർണമെന്റ് ഓൾറെഡി ഇവിടെ അവസാനിച്ചല്ലോ. താങ്കൾ ഈ പറഞ്ഞു വരുന്നത്? അപ്പം നിനക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ടായിരുന്നല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ കാര്യം തീർപ്പാക്കിയിട്ട് നീ മക്കളെ അവിടേക്ക് എത്തിക്കാനായിരുന്നല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? കൊള്ളാം. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നത് സാറിലെ നിന്റെ കൂടെ ഉള്ള കാരണമല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് അവസാനത്തെ വാർണിംഗ് ആണ്. നീ എന്നെ അധികം അപ്സെറ്റ് ചെയ്താൽ അത് നിനക്ക് ഒട്ടും തന്നെ നല്ലതല്ല. ഇവരെനിക്കിപ്പോൾ തീർക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമാകത്തില്ല. എനിക്ക് എൻ്റെ ആൾക്കാർ പുറത്തുനിന്ന് വരണം, എൽഡറും തിരിച്ച് പുറത്തുനിന്ന് വരണം. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്തെങ്കിലും അഹകരിച്ചാൽ നിന്റെ ഗാർഡ് ജാങ്ങിൻ്റെ ജീവനുണ്ടല്ലോ. ലേഡി മ്യൂ, ഒരു പ്രശ്നമുണ്ട്. പുറത്ത് 100 കണക്കിന് എനിമീസ് നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്നു. പെട്ടെന്നാണ് ഒരാളവിടേക്ക് നടന്നു വന്നത്. അല്ല, ഞങ്ങൾ അധികം താമസിച്ചൊന്നുമില്ലല്ലോ. ഇതാരാണ്? ഇത് ഞാനാണ് ഉയി ഹ്വാൻ, ഫാൻറ്റം സെറ്റിന്റെ ചീഫ്. ഞാൻ താങ്കൾ റിക്വസ്റ്റ് ചെയ്ത പോലെ താങ്കൾ പറഞ്ഞ ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, യങ് ലോഡ്. അല്ല, എല്ലാം തന്നെ ശരിയായില്ലേ? താങ്ക് യു ഫോർ യുവർ സർവീസ്. ഇവനെന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതിനർത്ഥം അവർ സ്ട്രേഞ്ച് അല്ല ഇൻഡിവിജ്വൽ 11th എൽഡറാണെന്നാണോ? താങ്കളുടെ ഫോളോവേഴ്സിന്റെ ഇഞ്ചുറീസ് മൈനറാണ്. പക്ഷേ ഗാർഡ് ജാങ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. ഞങ്ങൾ എന്തായാലും ബെസ്റ്റ് ഫിസിഷ്യനെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എപ്പോഴാണെങ്കിലും ഈ ലോകത്ത് നിന്ന് പെട്ടെന്നാണ് അവനവിടെ വാക്കുകൾ നിർത്തിക്കളഞ്ഞത്. കാര്യം യോന്റെ ശരീരത്തിൽ നിന്ന് വന്നിരുന്ന ആ ഒരു എനർജി അത്രത്തോളം ഭയാനകമായിരുന്നു. അവളട്ടെ ഞെട്ടിപ്പോകുകയും ചെയ്തു. കാര്യം അവളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ലിറ്ററലി ഒരു മൃഗമായിരുന്നു. ഒരു മൃഗം. അവൻ്റെ ഹോസ്റ്റലിലുള്ള എനർജി അതടിച്ചിട്ട് തന്നെ എനിക്കെൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കോപ്പ്, ഇവൻ ഫ്ലൈയിങ് ഫാൻറ്റം സെക്ടറിനെ റിക്രൂട്ട് ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ചെറുക്കൻ്റെ മുമ്പിൽ തോറ്റിരിക്കുന്നോ? ഇല്ല, ഷാഡോ സെറ്റ് ഇവിടെ വന്നത് തോക്കാനിട്ടല്ല, തോക്കത്തുമില്ല. യങ് മാസ്റ്റർ, ഒരു കാര്യം പറഞ്ഞേക്കാം, ആരെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ 2 പേരെ തല ഞങ്ങൾ അറക്കുന്നതായിരിക്കും. ആ കാണുന്നത് മുയ്യനെ, പിന്നെ അവൻ്റെ ആ ഒരു ബ്രദറിനെയാണ്. ഈ സമയത്ത് തന്നെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ് അവര് മുന്നിലേക്ക് വന്നത് തന്നെ. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ തൊപ്പി നേരെ ബാക്കിലേക്ക് വീണ് അവൾ നേരെ മുന്നിലേക്ക് ഓടുകയും ചെയ്തു, മുയ്യോണെന്നും വിളിച്ചുകൊണ്ട്. അമ്മ, എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഞങ്ങൾ ഇല്ല, ഇങ്ങനെ വരാൻ പാടില്ല. പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ആ ദേഷ്യമൊക്കെ അവൾ കടിച്ചമർത്തിയതിനു ശേഷം നേരെ മുട്ടുകുത്തി നിലത്തേക്കിരുന്നു. അമ്മ, താങ്കൾ എന്ത് കാണിക്കുവാന്ന്? പെട്ടെന്നാണ് അവൾ തല നേരെ കുനിച്ചത്. ഞാൻ എൻ്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. യങ്ങളോട് ഇയോൺ ചിയോൺ, ഞാൻ അക്നോളജ് ചെയ്യുന്നു. താങ്കളാണ് മൈൻഡ് പ്രീസ്റ്റ്ഹുഡാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല, താങ്കൾ എന്നോടും എൻ്റെ മക്കളോടും പിന്നെ ഷാഡോസിലുള്ള എല്ലാവരോടും ക്ഷമ കാണിക്കുമെന്ന്, മേഴ്സി കാണിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അമ്മ, എന്താണ് ഈ കാണിക്കുന്നത്? ശബ്ദിച്ചു പോകരുത്. നീ ജീവനോടിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയുള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നോക്ക്. നിന്റെ അങ്കിൾ തിരിച്ചു വരുന്നവരെ നീ തൽക്കാലം മിണ്ടാതിരിക്കാൻ നോക്ക്. മോനെ, നിനക്ക് വേണ്ടി ആരുടെ മുമ്പിൽ വേണമെങ്കിലും എത്ര തവണ തല കുനിക്കാനും ഞാൻ തയ്യാറാണ്. നിന്റെ ജീവനാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തൽക്കാലം നീ മിണ്ടാതിരിക്കാൻ നോക്ക്. ഞങ്ങൾ ഷാഡോ സെറ്റ് യങ്ങളോട് ഇയോൺ ചെയ്യാൻ ഒരു വാക്ക് തരുവാണ്. ഞങ്ങൾ ഒരിക്കലും താങ്കളെ ഇനി ഉപദ്രവിക്കുന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മേഴ്സി കാണിക്കണം. ആ സമയത്ത് ഇയോട്ടെ മെല്ലെ അവനിന്ന് നോക്കും. എന്നിട്ട് മുന്നിലേക്ക് നടക്കാനും തുടങ്ങി. അവരെ വിട്ടേക്ക് മൈലോഡ്. അപ്പോൾ എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണല്ലേ അവസാനം. ലേഡി മ്യൂ എന്ന് പറയുന്നത് ലേഡി ഓഫ് ദ സ്റ്റീൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് പോലും ഇത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് അവൾ ഇയോന്റെ ഫ്രണ്ടിൽ തലകുനിച്ചിരിക്കുന്നു. അല്ല മൈലോഡ്, തൽക്കാലം അവനെ വിട്ടിട്ട് നീ പുറകിലേക്ക് മാറിക്കോ. അതുതന്നെ, എനിക്കെൻ്റെ മക്കളെ ജീവനോടെ വേണം. പക്ഷേ അപ്പോഴാണ് ഇവൻ തൻ്റെ കൈയെന്ന് പതുക്കെ മുകളിലേക്ക് പൊക്കിയത്. മുട്ടുകുത്തിക്കിടന്ന് കെഞ്ചിക്കഴിഞ്ഞാൽ ഞാൻ കരുണ കാണിക്കുമെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? വേണ്ടെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവരെ 2 പേരും ഇവൻ അങ്ങോട്ട് അറുക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് കയ്യും തലയും ഒക്കെ മുറിഞ്ഞു പോകുന്നതാണ്. അത് മാത്രമല്ല, മുയ്യോൻ്റെ ശരീരം അടിച്ച് മറ്റവൻ്റെ ശരീരം കംപ്ലീറ്റ്ലി അവൻ അറുത്ത് പല കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. മുയ്യോൻ്റെ കൈയും കാലും കംപ്ലീറ്റ്ലി മുറിച്ച് കളയും ചെയ്തു. ഇയോന്റെ ദേഷ്യം നമ്മൾ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. നമ്മുടെ മുയ്യോനട്ടെ ഇതെല്ലാം കണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത നിസ്സഹായതയുടെ ആ ഒരു പേടിയിൽ അവിടെ നിൽക്കുവാണ്. കാര്യം അവൻ്റെ ഫ്രണ്ടിൽ അവൻ കാണുന്നത് ഒരു മനുഷ്യനെ അല്ലായിരുന്നു,
പകരം ഒരു മൃഗത്തിനെയായിരുന്നു. അടുത്ത സെക്കൻഡ് ഇയോൺ തന്റെ കൈ മുകളിലേക്ക് നാഞ്ഞപ്പോ പെട്ടെന്ന് പുറകിൽ നിന്ന് ലേഡി മ്യൂ ഓടി വരുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്, വേണ്ടാന്നും പറഞ്ഞുണ്ട്. പക്ഷേ ഇയോണട്ടെ നിസ്സാരമായി തന്നെ അവന്റെ തല അങ്ങോട്ട് അറുത്ത് കളഞ്ഞു. പിന്നെ കാണുന്നത് അവന്റെ തല മുകളിലൂടെ തെറിച്ചു പോകുന്നതാണ്. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കണ്ടു നിന്ന എല്ലാവരും പേടിയോടെ അത് കാണുകയുണ്ടായി. കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച അവർ കണ്ടത് ഇയോന്റെ ഭാഗത്ത് നിന്ന്. ഇല്ല മുയ്യോൺ, മോനെ മോനെ. എന്താടി, വേദനിക്കുന്നുണ്ടോ? നിനക്കിപ്പം മനസ്സിലാക്കാണല്ലേ ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് ഞങ്ങളുടെ മോസ്റ്ററിനെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറച്ചുപേര് അവിടേക്ക് വരാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഒരൊറ്റക്ക് അവിടെ ഉണ്ടായത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വര കടന്ന് ആരെങ്കിലും മുമ്പിലേക്ക് ഒരടിയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ശരീരത്ത് തലയുണ്ടാകുമെന്ന് എനിക്കൊരു ഉറപ്പോലും തരാൻ പറ്റത്തില്ല കേട്ടോ. ആ ടൈമിൽ പുറകിൽ നിന്ന് നേരത്തെ നമ്മുടെ ഇയോൺ അറ്റാക്ക് ചെയ്ത് അവനാട്ടെ പെട്ടെന്ന് ഇയോണ് അറ്റാക്ക് ചെയ്തിട്ട് വരും. ഇയോൺ, നീ ഒരിക്കലും മാപ്പറിയിക്കുന്നില്ലടാ. പക്ഷേ അടുത്ത സെക്കൻഡിലാണ് നമ്മുടെ അവൻ അവിടേക്ക് വരുന്നതും അവൻ്റെ ശരീരം തന്നെ രണ്ടായിട്ട് മുറിഞ്ഞ് പോകുന്നതും. മുഞ്ഞോൺ, എൻ്റെ മോനെ, നീ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എനിക്ക് എവിടെയാണ് തെറ്റിയത്? എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? ഞാനല്ലേ നിന്നോട് ഇതെല്ലാം ചെയ്തത്. പക്ഷേ നീ എന്തിനാണ് എൻ്റെ മകനെ ബലി കൊടുത്തത്? നിന്റെ ജീവിത അവസാനം വരെ നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, ഒരു മാറ്റവും ഇല്ല. നീയാണ് എൻ്റെ അമ്മേനെ കൊന്നത്, എന്നിട്ട് ഞാൻ നിന്നോട് കരുണ കാണിക്കണോ? നീ എന്താണ് ഈ പറഞ്ഞത്? പെട്ടെന്ന് ഇയാനോട്ടെ അവൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഒരു പേപ്പർ എടുത്ത് താഴത്തേക്ക് ഇടുന്നുണ്ട്. അല്ല, ഇതെന്താണ്? അവളാടെ അത് വായിച്ച് നോക്കുകയും ചെയ്യും. ഇയോൺ, ഇത് ഞാനാണ് ജോങ് സിം ചിയോൺ. പോയ്സൺ സിറ്റിൽ നിന്ന് എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ കാണിക്കുന്നത് 10 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. ഏകദേശം വൈകുന്നേരം 4 മണി. നമ്മുടെ ജോങ് സിം ചിയോൻ്റെ ആ ഒരു റൂമാണ് കാണാൻ സാധിക്കുന്നത്. യങ് മാസ്റ്റർ, നീ എത്തിയോ? അല്ല, ഷാഡോ സിറ്റിൽ നിന്ന് എന്തെങ്കിലും കാണാൻ സാധിച്ചോ? ഇല്ല യങ് മാസ്റ്റർ, പക്ഷേ നമ്മുടെ കൂട്ടുകാരുള്ള കുറച്ച് പേര് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ഷാഡോ സിറ്റി ഇയോൺ ചിയോൻ്റെ ഫോളോവേഴ്സിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ഷാഡോ സെക്ടോ? ഇയോൺ സത്യം പറഞ്ഞാൽ അവൻ്റെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും ദേഷ്യക്കാരനാണ്. ഇതെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പോയ്സൺ സെക്ട് ഷാഡോ സെറ്റിനെ ആംബുഷ് ചെയ്യാൻ നോക്കിയതിന് ശേഷം 80% മാൻ പവറാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു ചാൻസാണ്. ഞാൻ ചെയ്ത എല്ലാം എനിക്കിവിടെ തിരുത്തണം. പക്ഷേ അതിനു മുമ്പ് ഇയോൺ എല്ലാം അറിയണം. അവൻ ആരോട്ടാണ് മുട്ടാൻ പോകുന്നതെന്ന്. ഇന്നർ ഡിസിപ്ലിൻ. മൈലോഡ്, പറഞ്ഞോളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്തേക്ക് എഴുതി വെക്കുവോ? അപ്പോൾ ഈ ലെറ്റർ കാരണമാണ് അവൻ മനസ്സിലായത് ഞങ്ങളാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന്. കോപ്പ്, ഫെക്ട്രേച്ചിന് പോലും അറിയാത്ത ആ ഒരു സത്യം അവൻ അറിയാമായിരുന്നല്ലേ? അവൻ ആ കിടക്കയിലാണ് കിടക്കുന്നത്. എന്നിട്ടും എൻ്റെ എതിരെ. അതെ, ഞാനാണത് ചെയ്തത്. ഞാൻ തന്നെയാണ് നിന്റെ അമ്മേനെ കൊന്നത്. അവൾ മരിക്കേണ്ടവളായിരുന്നു. അവൾ അത്രക്ക് വൃത്തികെട്ടവളായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ദേഷ്യം എൻ്റെ മക്കളോടാണ് തീർക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുവാണ്. ഒരു കൈ നീ എൻ്റെ മേത്ത് വെച്ച് നോക്ക്. എൻ്റെ മേത്തങ്ങനെ വെച്ച എൻ്റെ ബ്രദർ ഫസ്റ്റ് എൽഡർ നിന്നെ ജീവനോടെ വെറുതെ വിടത്തില്ല. വെക്കടാ, ഒരു കൈയെങ്കിലും വെക്കടാന്ന് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് തന്നെ ഇവനോട്ട് അറുത്ത് കളഞ്ഞു. വേദന കൊണ്ട് അവൾ ഉച്ചത്തി അലറാനും തുടങ്ങി. അവളുടെ കണ്ണിൽ നിന്ന് ചോര പുറത്തേക്ക് തീർക്കാനും തുടങ്ങി. എൻ്റെ കണ്ണ് നിനക്ക് കാണാനുള്ള അർഹത പോലുമില്ല. നിനക്ക് എത്ര ധൈര്യമായിട്ടാണെന്ന് ചോദിക്കാൻ നേരത്ത് അവളുടെ വായും അവനായിട്ട് മുറിച്ചു കളയും. പിന്നെ കാണുന്നത് അവളുടെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ചാടുന്നതാണ്. നിനക്ക് സംസാരിക്കാനുള്ള അർഹതയും ഇവിടെയില്ല. മതി, നിർത്തിക്കോ. നിനക്കറിയാലോ ഇതിനൊക്കെ പരിണാമം എന്തായിരിക്കുമെന്ന്. നീ കണ്ടിട്ടുള്ളത് ഷാഡോ സെറ്റിന്റെ ഒരു മേറുള്ള ഫ്രാക്ഷൻ പോലുമല്ല. ഇതെങ്ങനെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാരും നിന്നെ വെറുതെ വിടത്തില്ല. അതിനിത് പുറത്തറിഞ്ഞാലല്ലേ എന്ത്? അടുത്ത സെക്കൻഡ് തന്നെ ഇവനെ കയ്യിൽ നിന്ന് ഉയർത്താൻ നിർത്ത് അവിടെ ഉണ്ടെന്ന ഒരു ഡോറ് തുറയും. അതിൻ്റെ അകത്തുനിന്ന് കുറേയധികം ശവശരീരങ്ങൾ പുറത്തേക്ക് വീഴുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ജോങ് സിം ചെയ്യുന്നുണ്ടായിരുന്നു. അവനെയും അവർ കൊന്നിരുന്നു. ഇവിടെ സംഭവിച്ചത് പോയ്സൺ സെക്റ്റും ഷാഡോ സെക്റ്റും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അതിലെല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ഇതെൻ്റെ ഓർഡറാണ്. ഇവിടെയുള്ള എല്ലാവരും തന്നെ കൊന്നുകളഞ്ഞേക്ക്. യെസ് സാറെന്ന് പറഞ്ഞു ലീയും ഉയ്ഹാനും കൂടെ ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത്
കോൾഡ് ബ്ലഡിലുള്ള മാസക്കറായിരുന്നു. അവിടെ ഉണ്ടെന്ന എല്ലാവരും മരിച്ച് വീഴാനായിട്ട് തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് ലീ എല്ലാവരും കൊല്ലാൻ നിർത്ത്, മറു സൈഡിൽ നിന്ന് ഉയ്ഹോവൻ എല്ലാവരും തന്നെ അറുത്ത് മുറിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആട്ടെ എല്ലാവരും കാറി പല സ്ഥലത്തേക്ക് ഓടാനും തുടങ്ങി. രക്ഷപ്പെട്, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്. പക്ഷേ അവർക്ക് ആ പടി പോലും കടക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അവരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എവിടെ കൂടെ രക്ഷപ്പെടാൻ നോക്കിയാലും അവരുടെ അവസാനം മരണം തന്നെയായിരുന്നു. കാര്യം അത്രയും ബ്രൂട്ടലായിട്ട് അവരെല്ലാവരും കൊന്നിരുന്നു. ഇങ്ങനെ വരാൻ പാടില്ല, എൻ്റെ ആൾക്കാരെല്ലാവരും മരിക്കുവാണ്. പെട്ടെന്ന് ഞാൻ അവളുടെ തലയിലേക്ക് ചവിട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയും നിനക്ക് ബാക്കിയുള്ളവരുടെ നിലവിളി കേൾക്കാമല്ലോ, അത് അവസാനിക്കുന്നിടത്ത് നീയും അവരുടെ കൂടെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഞാൻ മരിക്കാൻ പാടില്ല. പക്ഷേ അതേസമയം നമ്മൾ കാണുന്നത് സർ ലീനെയാണ്. അവനാട്ടെ അവിടെ ഉണ്ടെന്ന എല്ലാവരും തന്നെ കൊന്നു കളഞ്ഞിരുന്നു. മൈലോഡ് കഴിഞ്ഞിരിക്കുന്നു. എല്ലർഹ്വാൻ, യെസ് മൈലോഡ്, താങ്കളുടെ ആൾക്കാരോട് പോയ്സൺ സെറ്റിൻ്റെ അപ്പോത്തേക്കറിലേക്ക് ചെല്ലണം. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന എല്ലാ യൂസ്ഫുൾ ഉള്ള പോയ്സൺസും എടുത്ത് ഷാഡോ സെറ്റിൻ്റെ ബോഡിയിലേക്ക് ഇട്ടേക്ക്. ഹോ, അതെന്തായാലും ശരിക്കും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. ഇനി നീയാണ്, നിന്റെ ഊഴം എത്തിയിരിക്കുന്നു. ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മക്ക് വേണ്ടിയുള്ള പ്രതികാരമാണ്. അത് നീ മനസ്സിലാക്കിയിരിക്കണോടി നായെ. പിന്നെ അവൾ അങ്ങോട്ട് കൊന്ന് കളയുവാണ്. അങ്ങനെ പിറ്റേ ദിവസം എത്തി. പോയ്സൺ സെറ്റും നമ്മുടെ ഷാഡോ സെറ്റും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ ഒത്തിരിയധികം പേര് കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസ് അവിടെ മുഴുവൻ പരന്നു. എടാ, നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ഓവർനൈറ്റ് ഒരു മേജറുള്ള സെക്റ്റാണ് ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത്, പോയ്സൺ സെക്ട്. എടാ, പക്ഷെ അത് മാത്രമല്ല, ഷാഡോ സെറ്റിലെ 200ഓളം പേരാണ് അവർ കൊന്നിട്ടുള്ളത്. അത്രയും മാത്രം പവർ ഉണ്ടായിട്ട് കൂടിയും അവർ ഇത്രയും പേരെ കൊല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? പക്ഷേ എങ്കിലും ഇത് പോസിബിൾ ആണോ? പോയ്സൺ സെക്ട് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആണെന്നല്ല പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ന്യൂസ് അവിടെ മുഴുവൻ പരക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ഫാൻഡം സെറ്റിന്റെ ആ ഒരു ചീഫ് ഓഫീസാണ്. മൈലോഡ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റൂമേഴ്സ് എല്ലാം പടർത്തിയിട്ടുണ്ട്. എന്തായാലും നന്നായി. ഈ കാര്യം ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ താങ്കൾ തന്നെ ഇതിന് മുൻകൈ എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തായാലും എനിക്ക് വെയിറ്റ് ചെയ്യാനുമില്ല. ആ ഷാഡോ സെറ്റിന്റെ ചീഫ് തിരിച്ചു വരാൻ നിർത്ത്, അവൻ ഈ ന്യൂസൊക്കെ അറിയാൻ നിർത്ത്, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഫ്ലൈയിങ് ഫാൻഡം സെറ്റിന്റെ ആ ഒരു ഗസ്റ്റ് ഹൗസാണ്. അവിടെ അവരെല്ലാവരും തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ലോഡ് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഇന്നലത്തെ കാര്യം കാരണം. പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം നന്നായിട്ട് വേദനയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോഡ് ചിയോൺ, താങ്കൾ പെട്ടെന്നായിരുന്നു ആ കഥക് തുറന്നത്. അതിൻ്റെ അന്ന് നമ്മുടെ ഫിസിഷ്യൻ ബേക്കും പുറത്തേക്ക് ഇറങ്ങി വരൂ. ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡായി. എൽഡർ ചിയോൺ, താങ്കൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നോ? ഫിസിഷ്യൻ ബേക്ക്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗാർഡ് ജാങ്, അത് ഓക്കെ ആണോ? അത് പിന്നെ സാർ ലീനെ നേരിട്ട് കാണാൻ വന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഇയോൻ്റെ ഈ ഒരു ഫേസ് കാണുന്നത്. അവൻ ഇത്രത്തോളം ടെൻസ്ഡ് ആയിട്ട്. ഒരു സാഡ് ന്യൂസ് എന്നാന്ന് വെച്ചാൽ അവൻ്റെ പല്ലുകൾ അവർ കംപ്ലീറ്റ്ലി പിഴുതെടുത്തിരിക്കുന്നു. ഇനി പ്രോപ്പർലി ഫുഡൊന്നും കഴിക്കാൻ സാധിക്കത്തില്ല. അല്ല, അതിനർത്ഥം അതിന് ജീവനോടെ ഉണ്ടെന്നാണ്. അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റേബിളാണ്. ഇപ്പോഴാണ് മൈലോഡ്, കൺഗ്രാചുലേഷൻസ് മൈലോഡ്, താങ്കൾക്ക് ഇപ്പോൾ ആശ്വാസമായി കാണുമല്ലോ. പിന്നെ കാണിക്കുന്നത് അവർ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുന്നതാണ്. ഈ ടൈമിൽ തന്നെ അവർ പറയും ചെയ്യും, അല്ല ഗാർഡ് ജാങ്ങിന്റെ ലൈഫ് എന്തായാലും ഇപ്പൊ ത്രട്ടണല്ല, താങ്കൾക്ക് റെസ്റ്റ് എടുത്തൂടെ മൈലോഡ്? ശരിയാണ്, താങ്കൾ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ലല്ലോ, താങ്കൾ റെസ്റ്റ് എടുക്കുന്നില്ലേ, കുറച്ചുകൂടെ ബെറ്റർ. പെട്ടെന്നാണ് അവനവിടെ നിന്നത്. എന്നിട്ട് പറയും ചെയ്യും, എനിക്ക് തോന്നുന്നില്ല എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ടെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.